പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ്. 2025 ആദ്യത്തെ മാഗസീൻ ഹോളാണിത്. അപ്പം ഇപ്രാവശ്യം ഞാൻ മാഗസീൻ വാങ്ങിക്കാൻ പോയ സമയത്ത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ മാഗസീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കലാകൗമുദിയാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന രണ്ട് മാഗസീൻസ് ആണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പും പിന്നെ അതുപോലെ മാതൃഭൂമിയുടെ ജി ക്യാൻ കറണ്ട് അഫയേഴ്സ്. ഇത് രണ്ടും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് കലാകൗമുദിയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ കലാകൗമുദിയും മാതൃഭൂമി പോലത്തെ തന്നെ ഒരു മാഗസീനാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ജനുവരി 12 തൊട്ട് 19, 2025 ജനുവരി 12 തൊട്ട് 19 വരെയുള്ള ദിവസങ്ങളിലുള്ള കലാകൗമുദി, അത് ആ ദിവസങ്ങളിലേക്കുള്ള കലാകൗമുദി മാഗസീനാണ്. അപ്പോൾ ഇതിൻ്റെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് കലാകൗമുദിയിലെ ജയചന്ദ്രൻ സാർ എന്ന് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഇൻസെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം കലാകൗമുദിയിൽ ഒരുപാട് ദീർഘനാൾ പത്രാധിപരായിട്ടും പിന്നെ അതിൻ്റെ ലേഖകനായിട്ടും ഒക്കെ അതിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഓർമ്മ, അപ്പോൾ അദ്ദേഹം നിര്യാതനായപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മയാണ് ഇതിലെ കവർ സ്റ്റോറി. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം, അതായത് എസ് ജയേന്ദ്രൻ നായർ സഹപത്രാധിപർ, അതായത് ഇതെന്ന് പറയുന്നത് കലാകൗമുദിയിലെ ആദ്യത്തെ എഡിഷൻ്റെ തുറന്ന ഉള്ളടക്കം പേജാണ് ഇവർ കവറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എഡിറ്റർ, സബ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ കലാകൗമുദി മാഗസീൻ മുതൽ സബ് എഡിറ്റർ ആയിരുന്ന ആളാണ് ജയചന്ദ്രൻ സാർ. അപ്പം അത് പുള്ളി സബ് എഡിറ്ററായിട്ട് തുടങ്ങി, പിന്നെ എഡിറ്ററായി, അങ്ങനെ ആയിരിക്കും വിരമിച്ചിട്ടുണ്ടാക്കി. അപ്പോൾ എഡിറ്റർ എന്ന് പറയുന്നത് MS മണി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആ സമയത്ത്. സഹപത്രാധിപന്മാർ എസ് ജയേന്ദ്രൻ നായർ, NRS ബാബു, NK ദാമോദരൻ, അങ്ങനെ 3 പേരാണ് സബ് എഡിറ്റർമാരുണ്ടായിരുന്നത്. അപ്പോൾ ജയചന്ദ്രൻ സാർ എന്ന് പറയുന്ന, അതായത് എസ് ജയചന്ദ്രൻ നായർ എന്ന് പറയുന്ന ജയേന്ദ്രൻ സാറ് ഫസ്റ്റ് എഡിഷൻ തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നിര്യാതനായപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മയാണ് ഇപ്രാവശ്യത്തെ കവർ സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കവർ സ്റ്റോറിയിൽ അദ്ദേഹത്തെ പറ്റിയുള്ള എസ് ജയേന്ദ്രൻ നായരെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ആൾക്കാരുടെ പേരുകൾ കവറിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുകയാണ്. തോമസ് ജേക്കബ്, ഷാജി N കരുണൻ, ഡോക്ടർ J പ്രഭാഷ്, MG രാധാകൃഷ്ണൻ, ജോൺ സാമുവൽ, MG രാധാകൃഷ്ണൻ മുംബൈ, പിന്നെ C റഹീം, പത്മനാഭൻ നമ്പൂതിരി, കരയ്ക്കാമണ്ഡപം വിജയകുമാർ, S ജഗദീഷ് ബാബു. ഇത്രയും പേരാണ് ജയചന്ദ്രൻ സാർ എന്നറിയപ്പെടുന്ന എസ് ജയചന്ദ്രൻ നായരെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് ഞാനൊന്ന് വായിക്കുകയാണ്. പിന്നെ ഈ ഫ്രണ്ട് കവറിൻ്റെ ബാക്ക് പേജിൽ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ മാഗസീനിലേക്ക് ഇവിടെ പരസ്യം വരാറുണ്ട്, പകരം ഇവിടെ ഇതിനകത്തൊരു കവിതയിലാണ് തുടങ്ങുന്നത്. ഉള്ളടക്കം വായിക്കാം. ഗോർത്തൂസിലൂടെ അനന്ത സാധ്യത കേരളത്തിന് തുറന്നിട്ട മണിലാൽ എന്ന് പറയുന്ന പ്രൊഫസർ എന്നാണ് പുള്ളിയെ പറ്റിയുള്ള ഓർമ്മയാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ. അത് എഴുതിയിട്ടുള്ള ഡോക്ടർ B ഇക്ബാൽ. ഒരു വടക്കൻ തിരക്കഥാ ഗാഥ എഴുതിയിട്ടുള്ള S ഭാസുരചന്ദ്രൻ. ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന തിരക്കഥയെ പറ്റിയുള്ള, അല്ലെങ്കിൽ ആ സിനിമയെ പറ്റിയുള്ള റൈറ്റപ്പാണ് S ഭാസുരചന്ദ്രൻ. ഇടതു മുന്നണി വിട്ടാൽ മാണി ഗ്രൂപ്പ് പിളരും എഴുതിയിട്ടുള്ള ശ്രീകുമാർ മനയിൽ. TM കൃഷ്ണനോടുള്ള ചോദ്യങ്ങൾ ഏറ്റു എഴുതിയിട്ടുള്ള ഡോക്ടർ ശ്രീലേഖ പണിക്കർ. 40 വർഷമായി അനുകരിക്കുന്ന ശൈലി എഴുതിയിട്ടുള്ളത് തോമസ് ജേക്കബ്. അത് ജയചന്ദ്രൻ എന്ന് പറയുന്ന എസ് ജയചന്ദ്രൻ നായരെ പറ്റിയുള്ള ഓർമ്മയാണ് അത്. ഉജ്ജ്വലനായ മാഗസീൻ ജേർണലിസം MG രാധാകൃഷ്ണൻ. പിറവിയിലെ വിയോഗം പോലെ എഴുതിയിട്ടുള്ളത് BM വിനുകുമാർ. ദിവ്യദൃഷ്ടിയുള്ള പത്രാധിപർ എഴുതിയിട്ടുള്ളത് ഡോക്ടർ J പ്രഭാഷ്. എൻ്റെയും പത്രാധിപർ എഴുതിയിട്ടുള്ളത് ജോൺ സാമുവൽ. കറവക്കാരന് മുമ്പിൽ എഴുതിയിട്ടുള്ള പത്മനാഭൻ നമ്പൂതിരി. അപ്പോൾ ഈ കവറിൽ ഇങ്ങനെ ജയചന്ദ്രൻ സാറിനെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ കൊടുത്തിരുന്നു. അപ്പോൾ ആ ആർട്ടുകളാണ് ഇത്. ആദ്യത്തെ 2 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എല്ലാം ഈ ഓർമ്മക്കുറിപ്പുകളാണ്. മണിസാറും ജയചന്ദ്രൻ സാറും നാണപ്പനെ വീഴ്ത്തിയ കഥ എഴുതിയിട്ടുള്ളത് MG രാധാകൃഷ്ണൻ. വലിയ മനസ്സ് വലിയ അവസരം C റഹീം. വെണ്മ എന്ന സ്വഭാവം S ജഗദീഷ് ബാബു. ജാതിയും അവഹേളനവും എഴുതിയിട്ടുള്ളത് സുരേഷ് വണ്ടർ. അത് വേറെ ആർട്ടുകളായിരിക്കും. ഇത് കവർ സ്റ്റോറി ആയിട്ട് വരുന്നതല്ല. ജാതിയും അവഹേളനവും എഴുതിയിട്ടുള്ളത് സുരേഷ് വണ്ടവർ. പിന്നെയുള്ള മറ്റൊരു ആർട്ടുകൾ വർണ്ണാഭമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം എഴുതിയിട്ടുള്ളത് കാരയ്ക്കാമണ്ഡലം വിജയകുമാർ. ബാബുവിൻ്റെ സ്വന്തം എസ്തർ എഴുതിയിട്ടുള്ളത് MG രാധാകൃഷ്ണൻ. മടക്കം തലയുയർത്തി NS വിജയകുമാർ. G യദുകുമാർ. ചരിത്രാന്വേഷണത്തിൻ്റെ മാധ്യമ വഴികൾ എഴുതിയിട്ടുള്ളത് D പ്രദീപ് കുമാറും K ഹേമലതയും. ഏകാകിയുടെ നിഴൽ വീഴ്ചകൾ എഴുതിയിട്ടുള്ളത് ഡോക്ടർ PS രാജേഷ് കുമാർ. അപ്പോൾ എസ് ജയചന്ദ്രൻ നായരെ പറ്റിയുള്ള ഓർമ്മയും പിന്നെ മറ്റ് ആർട്ടുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. കൂടുതലും കവർ സ്റ്റോറിയിലുള്ള ജയചന്ദ്രൻ
നായരെ പറ്റിയുള്ള ഓർമ്മകളാണ് കൂടുതൽ. പിന്നെ കഥ എഴുതുന്നത് അനിൽ ഉത്തമന്തിൽ എഴുതുന്ന കഥയുണ്ട്. അതുകൂടാതെ കവിതകൾ എഴുതുന്ന ആൾക്കാരുടെ പേരാണ് ഡോക്ടർ മാത്യു മറ്റം കാഞ്ഞിരപ്പള്ളി. ആ കവിതയാണ് കവറിലുള്ളത്. ഡോക്ടർ മാത്യു മറ്റം കാഞ്ഞിരപ്പള്ളി എഴുതിയ മെതിയടി എന്നാണ് കവിതയുടെ പേര്. അതാണ് ബാക്ക് കവറിലെ ഫ്രണ്ട് കവറിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ കവിത എഴുതുന്ന ആളുകളുടെ പേരാണ് AR ശ്രീകൃഷ്ണൻ, വിജയരാഘവൻ, പ്രിയ ഉണ്ണികൃഷ്ണൻ, VK ദാസൻ, ഇത്രയും പേര്. പിന്നെ സ്ഥിരം പങ്ക്തിയായിട്ടുള്ള സാമ്പത്തിക വാരഫലം എഴുതുന്നത് P ഹരികുമാർ, സംഗീത മുകുളം എഴുതിയിട്ടുള്ളത് രാധിക RB, കാർട്ടൂൺ E സുരേഷ്, ഇമേജ് ബുക്ക് ദത്തൻ പുരകൾ. ഇമേജ് ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയാണ്. അദ്ദേഹം ദത്തൻ പുരകൾ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ബാക്ക് കവറിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ വരും. അതുകൂടാതെ അതിനെ പറ്റിയുള്ള ഒരു റൈറ്റപ്പ് ദത്തൻ പുല്ലൂർ. അപ്പോൾ ഞാൻ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. ഫോട്ടോഗ്രാഫറാണ് ദത്തൻ പുല്ലൂർ. അപ്പോൾ അത് എടുത്ത ഫോട്ടോ ഇതെന്ന് പറഞ്ഞ കലാകൗമുദി ജനുവരി 2025 12 മുതൽ 19 വരെയുള്ള മാഗസീനാണ്. അതിനുശേഷം ഇതിന് മുമ്പുള്ള മാഗസീനാണ് കേട്ടോ അടുത്തത്. ഇത് കലാകൗമുദി തന്നെ ഇതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച ഉള്ളത് ഡിസംബർ 29 തൊട്ട് ജനുവരി 5 വരെ, അതായത് 2025 ആദ്യത്തെ കലാകൗമുദി മാഗസീനാണ് ഇഷ്യൂ ആണിത്. അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിരുന്നു കലാകൗമുദിയുടെ. ഇതിന് തൊട്ട് മുമ്പുള്ള, അതായത് ഇപ്പം ഞാൻ കാണിച്ചത് ലേറ്റസ്റ്റ്, അതിന് തൊട്ട് മുമ്പുള്ളതും അതിന് മുമ്പുള്ളതാണ് ഇത്. അപ്പോൾ ഇത് MD യെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ തന്നെ മാതൃഭൂമിയുടെയും MD മരിച്ചതിന് ശേഷം വന്നിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് MD ഇഷ്യൂ ആയിരുന്നു. പക്ഷേ എനിക്കത് വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല. ഞാനത് MD മരിച്ചതിന് ശേഷം വരുന്നത് MD ഇഷ്യൂ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് കലാകൗമുദിയുടെ MDയുടെ മരിച്ചതിന് ശേഷമുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ അത് എന്താ പറയുക, MD യെ പറ്റി അറിയാനും കൂടുതൽ MD യെ പറ്റി കൂടുതൽ അറിയുമ്പോൾ MDയുടെ സാഹിത്യം, MDയുടെ സിനിമയൊക്കെ വായിക്കാനും കാണാനും ഒക്കെ നമുക്കൊരു കുറച്ച് പ്രചോദനം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിയതാണ്. MD യെ പറ്റിയുള്ള ഓർമ്മയാണ് ഈ ലക്കം ഫുള്ള്. കലാകൗമുദി MDയുടെ നോവൽ ആരംഭിക്കുന്നു. അത് MDയുടെ നോവൽ കലാകൗമുദിയിൽ മുമ്പ് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അങ്ങനെ വന്ന സമയത്ത് MDയുടെ പടം വെച്ചിട്ടുള്ള കലാകൗമുദിയുടെ ഒരു കവർ തന്നെ വീണ്ടും കവറായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം MD 1933 ജനനം, 2024 മരണം. MD കാലമേ നന്ദി എന്നാണ് കവർ സ്റ്റോറിയുടെ പേര്, കാലമേ നന്ദി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കവറിൽ MDയുടെ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. MDയുടെ കോട്ട് അത് ഞാൻ വായിക്കാം. MDയുടെ കോട്ട് അത് രണ്ടാം ഊഴം എന്ന് പറയുന്ന MDയുടെ നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള കോട്ടാണ്. ജനിച്ചവരെല്ലാം ഒരു നാൾ മരിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യർ വസ്ത്രങ്ങൾ മാറ്റുന്നത് പോലെ ആത്മാക്കൾ ജീർണദേഹങ്ങൾ മാറുമ്പോൾ വ്യാകുലപ്പെടേണ്ടതില്ല. പക്ഷേ നഷ്ടപ്പെടുന്നത് സ്വന്തം ചൈതന്യം തന്നെയാകുമ്പോൾ ജീർണ വസ്ത്രങ്ങളുടെ ഉപമ നാം മറന്നുപോകുന്നു. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. വീരഗാഥകളുടെ അച്ഛ, എൻ്റെയും നിങ്ങളുടെയും കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് സുതരെ നിങ്ങൾ പറയുന്നത് പോലെ യാത്രാമംഗളം. MDയുടെ രണ്ടാം ഊഴത്തിൽ നിന്നും വളരെ ആപ്റ്റായിട്ടുള്ളൊരു കോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ MDയുടെ രണ്ടാം ഊഴം നമുക്കറിയാം ഒരു ക്ലാസിക്കാണ്. അത് കലാകൗമുദിയിലാണ് അച്ചടിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൊടുത്തിട്ടുള്ള പരസ്യമാണ് MDയുടെ രണ്ടാം ഊഴം. രചന MD, ടൈറ്റിൽസ് ഭട്ടതിരി ആണ് വരയ്ക്കുന്നതാണ്, ടൈറ്റിൽസ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് കലാകൗമുദിയിൽ മുമ്പ് വന്നിട്ടുള്ള അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അവർ വീണ്ടും എടുത്തു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഉള്ളടക്കം പേജ്. MDയുടെ ഒരു ഫോട്ടോ ഈ ഇട സൈഡിൽ വരുന്നു. അതുകൂടാതെ MDയെ പറ്റിയുള്ള ഓർമ്മകളാണ് ഇട സൈഡിൽ ഇട സൈഡിലായിട്ട് വരുന്നത്. ഇനി അടുത്ത എല്ലാം എനിക്കൊന്ന് MDയെ പറ്റിയുള്ള ഓർമ്മകളാണെന്ന് തോന്നും. എന്തായാലും എല്ലാം നേരത്തെ വായിക്കുന്ന ഉള്ളടക്കം. ഇതാണ് ഉള്ളടക്കം. അപ്പോൾ ഇതെനിക്ക് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. MDയെ പറ്റിയുള്ള ഇതായതുകൊണ്ട്. ഒന്നുമില്ല പോള എഴുതിയിട്ടുള്ള ഡോക്ടർ M ലീലാവതി. ഒന്നുമില്ല പൊള്ള ഡോക്ടർ M ലീലാവതി. ആത്മാവിൽ എന്നും ഏകാഗി പ്രൊഫസർ MK സാനു. തുരങ്കത്തിൽ തോറ്റ MD NP ഹാഫിസ് മുഹമ്മദ്. കണ്ണീരോടെ NV പുഷ്പരാജൻ. എൻ്റെ MD നിങ്ങളുടെയും S ഭാസുരചന്ദ്രൻ. MDയുടെ വക്കീൽ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ്. രചന MD, ടൈറ്റിൽസ് ഭട്ടതിരി എഴുതിയിട്ടുള്ളത് PM ബിനുകുമാർ.
യാത്ര പറയുന്നില്ല ബിനു വിശ്വനാഥൻ. സ്വയം വഴിതെളിച്ച തിരക്കഥ എ ചന്ദ്രശേഖർ. ആൾക്കൂട്ടത്തിൽ തനിയെയല്ല എസ് ജഗദീഷ് ബാബു. MD തൊട്ടിട്ടും പൊന്നാകാതെ പായിപ്ര രാധാകൃഷ്ണൻ. കഥയെഴുത്തുകാർ കവിത വായിക്കണം പത്മദാസ്. ശത്രുക്കളെക്കുറിച്ച് MD എ സജീവൻ. പഠിക്കാൻ മാത്രമുണ്ടോ MD ഡോക്ടർ ലേഖ നരേന്ദ്രൻ. അനശ്വരമാക്കിയ ഒരു തുണ്ട് കാലം സി റഹീം. മിച്ചമേതാവത് ഇരുന്താൽ MD വാസുദേവൻ നായർ. 58ാമത് മിച്ചം ഏതാവത് ഇരുന്താൽ അത് MD വാസുദേവൻ നായർ തന്നെ എഴുതിയിട്ടുള്ളത്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യണം. എന്താണ് MD തന്നെ കഥയോ കവിതയോ ലേഖനോ എന്തെങ്കിലും ആണോ എന്താ നോക്കണം. 58ാമത്തെ പേജിൽ നമുക്കത് നോക്കാം. 64ാമത്തെ പേജിൽ എല്ലാ വികാരങ്ങളും എല്ലാവരിലേക്കും ചന്ദ്രലേഖ CS. ആർ സരളയും പെരുന്തച്ഛനും തമ്മിൽ എന്ത് സെയ്ഫ് ചക്കുവള്ളി. MDയുടെ ആദ്യ ഭാര്യ പ്രമീള നായരുടെ ജീവിതാനുഭവം. ഓക്കെ. ഫോട്ടോ ഫീച്ചർ B ജയചന്ദ്രൻ. കാർട്ടൂൺ E സുരേഷ് കുമാർ. പിന്നെ 2 പേർ എഴുതിയ കവിതകളുണ്ട്. NK സുനിൽകുമാർ എഴുതിയ കവിത, NS സുമേഷ് കൃഷ്ണൻ എഴുതിയ കവിത. അപ്പോൾ MD തന്നെ എഴുതിയ ഒരു സംഭവം ഇതിനകത്ത് കൊടുത്തിരിക്കുക. അതെന്തോ നോക്കാം. 58. കാരണം ബാക്കി എല്ലാവരും MDയെ പറ്റിയുള്ള ഓർമ്മയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ MD തന്നെ എന്തെങ്കിലും MDക്ക് ഇനി പ്രസിദ്ധീകരിക്കാത്ത എന്തെങ്കിലും ലേഖനമാണോ അതോ MDയുടെ കഥയാണോ? 58ാമത്തെ പേജ് അത് നോക്കാം. ഒരു കൗതുകം. 58 പ്രഭാഷണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, MD നടത്തിയൊരു പ്രഭാഷണത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പ്രഭാഷണം എഴുതിയിട്ടുള്ളത് MD വാസുദേവൻ നായർ. മിച്ചം ഏതാവത് ഇരുന്താൽ എന്നാണ് പ്രഭാഷണത്തിൻ്റെ പേര്. അപ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ബ്ലഗ് വായിക്കാം. ഞാൻ ഈ അടുത്ത കാലത്ത് വേൾഡ് ഓഫ് സൂസി വേങ് എന്ന പുസ്തകം വായിച്ചു. വേൾഡ് ഓഫ് സൂസി വേങ്. ഹോങ്കോങ്ങിൽ പത്രക്കാരും കലാകാരന്മാരും ഒക്കെ ചെന്നിരിക്കുന്ന ഒരു ഹോട്ടലിൽ, വളരെ ഇടത്തരത്തിൽപ്പെട്ട ഹോട്ടലിൽ നടന്ന സംഭവമാണെന്നാണ് ബുക്കിൻ്റെ ബ്ലർബിലൊക്കെ എഴുതിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സൂസി വോങ് എന്ന വേശ്യയ്ക്ക് ഒരു കലാകാരനുമായുണ്ടായ സ്നേഹത്തിൻ്റെ കഥയാണിത്. നാരായണപിള്ള അതിന് വളരെ വിശദമായി എനിക്ക് എഴുതിയിരുന്നു. അത്രയാണ് ആ പ്രഭാഷണത്തിന് ബ്ലർബായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ വേൾഡ് ഓഫ് സൂസി വോങ് എന്നാണ് കേട്ടോ. വേൾഡ് ഓഫ് സൂസി. അത് പിന്നീട് ചലച്ചിത്രമായിട്ടുണ്ട് ആ ബുക്ക്. അപ്പോൾ എനിക്കൊന്ന് അതിനെപ്പറ്റിയുള്ള പ്രഭാഷണമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനെപ്പറ്റിയുള്ള പ്രഭാഷണം. അപ്പോൾ ഇത് കൊള്ളാം. MDയുടെ ഒരു അത് ഞാൻ പെട്ടെന്ന് വായിച്ചു വന്നപ്പോൾ ബാക്കിയുള്ളവർ MDയെ പറ്റി എഴുതി. അപ്പോൾ പിന്നെ MD വാസുദേവൻ നായർ തന്നെ എങ്ങനെ വന്ന് എഴുതും എന്നുള്ളതാണ്. അപ്പോൾ MDയുടെ ഒരു പ്രഭാഷണം അവർ എടുത്തു കൊടുത്തിരിക്കുകയാണ്. അപ്പം MDയുടെ പ്രഭാഷണം വായിക്കുക. അതൊരു ബുക്കിനെ പറ്റിയുള്ള ഒരു പ്രഭാഷണം. എനിവേ, സാഹിത്യം എന്താ പറഞ്ഞാൽ എല്ലാം കഥ നോവല്, തിരക്കഥ, സംവിധാനം, അങ്ങനെ എല്ലാ മേഖലയിലും കലാമേഖലയിലും കൈവച്ചിട്ടുള്ളതാണ് MD. സോ കലാകൗമുദി. അടുത്തത് ജനുവരി മാസത്തിലെ നാനയാണ്. അപ്പം നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്താത്തൊരു മാഗസീനാണ് നാന. സത്യം പറഞ്ഞാൽ എന്താ പറയുക, സാധാരണ രീതിയിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്താത്ത മാഗസീനാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ നാന പിന്നെ ഒരു സിനിമ റിലേറ്റഡ് ആയതുകൊണ്ടും വളരെ ഫേമസ് ആയതുകൊണ്ടുമാണ് ഞാൻ കലാകൗമുദി ആദ്യം കാണിച്ചത്. നാനയിൽ രേഖാചിത്രം എന്ന് പറയുന്ന പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആസിഫ് അലിയുടെ. അപ്പോൾ അതിലെ ഒരു സ്റ്റില്ലാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പടം കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫിലിം ഇങ്ങനെ അദ്ദേഹം നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പടം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. മലയാള സിനിമയുടെ സുവർണ്ണകാലം, അതാണ് ഒരു ആർട്ടിക്കിൾ. വിജയം നൽകുന്ന ആനന്ദങ്ങൾ, രണ്ടാമത്തെ ആർട്ടിക്കിൾ. പോരാട്ടം നൽകിയ ഉന്നതിയുമായി രാഹുൽ പ്രീത്. ഷാജിയുടെ ചലച്ചിത്ര സഞ്ചാരങ്ങൾ, അത് നാലാമത്തെ ആർട്ടിക്കിൾ. 30ന്റെ വിസ്മയത്തിൽ നസ്രിയക്ക് 30 വയസ്സായി, അത് 5ാമത്തെ ആർട്ടിക്കിൾ. ഒരു ആൾട്ടർനേറ്റ് രേഖാചിത്രം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിനിമയെ പറ്റിയുള്ള റൈറ്റിംഗ്. ഇന്ത്യൻ സിനിമ 2024 അപ്പോൾ 2024 ഇന്ത്യൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ട്. ഷാജിയുടെ ചലച്ചിത്ര സഞ്ചാരങ്ങൾ, ഷാജിയൻ കരുണനെ പറ്റിയുള്ളതാണ് കവർ സ്റ്റോറി. പിന്നെ ഇതിനകത്ത് ഞാൻ മറ്റൊരു മാഗസീൻ ഹാസ്യ കൈരളി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹാസ്യ കൈരളിയുടെ ഒരു ഭയങ്കര വലിയ പ്രത്യേകത ഉള്ളടക്കം പേജില്ല എന്നുള്ളതാണ്. ഹാസ്യ കൈരളി അങ്ങ് തുടങ്ങുവാണ്. ഈ ഒരു കവർ കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് തുടങ്ങുവാണ്. അതേ കണക്ക് നാനയിലും ഉള്ളടക്കം പേജില്ല. ഈ കവറിലുള്ള ഉള്ളടക്കം മാത്രമേ ഉള്ളൂ, ഉള്ളടക്കം പേജില്ല. അത് ഞാനിപ്പോഴാണ് ഇങ്ങനെ ഇത് എഡിറ്റോറിയൽ ഇതാണ്ട്. അപ്പം ഇത് എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ കഴിഞ്ഞിട്ട് പിന്നെ നസ്രിയയുടെ 30 വയസ്സായതങ്ങ് തുടങ്ങുവാണ്. ഇത് എഡിറ്റോറിയൽ കഴിഞ്ഞാൽ പിന്നെ നാന ഉണ്ടല്ലോ ജനുവരി 1 തൊട്ട് 15. അപ്പം ബൈമന്ത്ലിയാണ്.
അത് ഞാനിത് ജനുവരി 1 തൊട്ട് 15 വരെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനർത്ഥം നാനം ബൈ മന്ത്ലിയാണ്. ഞാനത് ജനുവരിയിൽ നിന്ന് മാത്രമേ വായിച്ചുള്ളൂ. അപ്പം നാനം ബൈ മന്ത്ലിയാണെന്നുള്ളവരും കൂടെ പറയണം. നാന, നസ്രിയ, ഘാട്ടി, പിന്നെ രേഖാചിത്രത്തെ പറ്റിയുള്ളത്, പിന്നെ 2024 മലയാള സിനിമ. അപ്പോൾ അതെന്തായാലും കൊള്ളാം. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് പോയി വാങ്ങിച്ചത്. ഓവറോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോയും അതൊക്കെ ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഉള്ള റിവ്യൂ ഇടുന്ന യൂട്യൂബിലല്ല. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഓവറോൾ, ഓടിയ പടങ്ങൾ, ഓടാത്ത പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. ബട്ട് എനിവേ, അപ്പോൾ അങ്ങനെ ഞാനീ ഉള്ളടക്കം പേജില്ലാത്തതുകൊണ്ട് ഉള്ളടക്കം വായിക്കുന്നില്ല, ഈ കവറിൽ ഇരിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ കാണിച്ചു ഹാസ്യ കൈരളി. അത് ജനുവരിയിലൊക്കെ ഹാസ്യ കൈരളി, ഇത് മന്ത്ലിയാണ്. അപ്പോൾ ജനുവരി 2025 വില 20 രൂപ. 20 രൂപയെ നേരത്തെ 20 രൂപ തന്നെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് സാഹിത്യത്തിലും ഉച്ചനീചത്വമോ, ജനുവരിയിലെ കുടുംബ പ്രതിജ്ഞ, 2025 രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ, ഇത്രയും കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഉള്ളടക്കം എന്ന് പറയുന്ന സംഭവമില്ല. ഇതിങ്ങനെ എഡിറ്റോറിയൽ ഉണ്ടൊരെണ്ണം, അത് എന്തെങ്കിലും തമാശയായിരിക്കും. ബാക്കി ഇങ്ങനെ അങ്ങ് തുടങ്ങുവാണ്. നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് തവണ ഇത് കാണിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ റൈറ്റപ്പ്, ചെറിയ ഫലിത ബന്ധുക്കൾ, പിന്നെ കാർട്ടൂൺ, ഫലിത ബന്ധുക്കൾ കാർട്ടൂൺ, ഇങ്ങനെ പോവാണ്. ഫലിത ബന്ധുക്കൾ കാർട്ടൂണായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം ഹാസ്യ കൈരളി തമാശ മാഗസീനാണ്. കേരളത്തിലെ ഇപ്പം നിലവിലുള്ള ഏക ഹാസ്യ മാഗസീൻ എന്നാണ് അറിയപ്പെടുന്നത്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മാത്രമുള്ളതാണ് എൻ്റെ അറിവ്. ഇതാണ് 2025 ആദ്യത്തെ മാഗസീൻ ഹോള്. ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും നന്ദി.